ഇന്ത്യയിലെ കർഷക സമരവുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര ലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്യുന്ന സിഖുകാരും അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളിൽ പൗരത്വം സ്വീകരിച്ചിട്ടുള്ള സിഖുകാരും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ അന്താരാഷ്ട്ര ലോകത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കയെ പോലെയുള്ള വലിയ വലിയ രാജ്യങ്ങളിൽ ശക്തമായ പ്രതിഷേധം കാഴ്ചവെക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചിത്രങ്ങളിലൂടെ കണ്ടതാണ്. മോദിയെ തെറിവിളിച്ചും വലിയ രീതിയിൽ വിമർശിച്ചും നടത്തിയ സമരങ്ങളുടെ ദൃശ്യങ്ങളടക്കം നവമാധ്യമങ്ങളിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഈ രീതിയിലുള്ള വലിയ വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാൻ സിഖുകാർക്ക് സാധിച്ചിട്ടുമുണ്ട്. എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ഇറങ്ങിയ അന്താരാഷ്ട്ര ലോകത്തെ സംഘപരിവാറിനെ ന്യായീകരിക്കുന്ന അണികൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല എന്നുള്ളത് വലിയ തിരിച്ചടിയും തന്നെയാണ്. അന്താരാഷ്ട്ര ലോകത്തെ സിഖുകാരുടെ ഈ സമരങ്ങൾ കർഷക സമരത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തിക്കാണിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ദേഷ്യം സംഘികൾക്ക് ഇതുവരെ പോയിട്ടില്ല. ഇതിന്റെ ഭാഗമായിട്ടാണ് വെള്ളിയാഴ്ച പാരീസിൽ നിന്ന് ഡൽഹിയിലേക്ക് യാത്ര തിരിച്ച എയർ ഫ്രാൻസ് വിമാനത്തിൽ നിന്നും ഒരു സംഘി വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിട്ടത്. അതായത് പഞ്ചാബികളെ കണ്ട ഉടൻ തന്നെ വലിയ രീതിയിലുള്ള തെറിയും അതുപോലെ തന്നെ അവരെ ആക്രമിക്കാനും അവരുടെ അടുത്തേക്ക് ഓടിപ്പോയി. എന്നിട്ട് മതവർഗീയ മുദ്രാവാക്യങ്ങളോടൊപ്പം തന്നെ ഞാൻ മോദിയുടെ ആളാണ്, മോദിയാണ് വിജയിക്കുക, നിങ്ങളൊക്കെ തോറ്റുപോകും, ഒപ്പം പഞ്ചാബികളൊക്കെ ഓടിപ്പോകേണ്ടി വരും എന്ന് ഇയാൾ വിളിച്ചുകൂവി പറഞ്ഞു. ഇത് തടിയാനെത്തിയ വിമാനത്തിലെ അധികൃതരെ ഇയാൾ ആക്രമിച്ചു. അതിൻ്റെ ദൃശ്യമടക്കം പുറത്തു വന്നു. അതുകൊണ്ട് തന്നെ വിമാനം ഇറക്കേണ്ട ഒരവസ്ഥ അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ട് ബൾഗേറിയയിലെ സോഫിയ വിമാനത്താവളത്തിൽ ആ വിമാനം ഇറക്കുകയും ചെയ്തു. എന്നിട്ട് ഈ സംഘിയെ പിടിച്ചിട്ട് അവിടെയുള്ള പോലീസുകാർ കൊണ്ടുപോവുകയും കൃത്യമായിട്ടുള്ള നിയമ നടപടികൾക്ക് വിധേയമാക്കുകയും ചെയ്തു. റോയിട്ടേഴ്സ് റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്. അതായത് ഇയാൾക്ക് ചുരുങ്ങിയ പക്ഷം ഇയാൾക്കെതിരെ നടപടി ഉണ്ടായി കഴിഞ്ഞാൽ 10 വർഷം അകത്ത് കിടക്കേണ്ട ശിക്ഷയായിരിക്കും ഇയാൾക്ക് ലഭിക്കുക. കാരണം വിമാനം ഇറക്കാൻ ഈ സംഘി കാരണമായി എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇയാളെ തടയാനെത്തിയ വിമാനത്തിലെ അധികൃതരെ ഇയാൾ കയ്യേറ്റം ചെയ്യുന്നുമുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതാണ്. അങ്ങനെ ഒരു 8ന്റെ പണി കൊടുത്തത് ഇയാളുടെ കൂടെ സഞ്ചരിച്ച ഒരു യാത്രക്കാരൻ തന്നെയാണ്. ആ ദൃശ്യം പുറത്തു വന്നതോടുകൂടി ഇയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത്. മോദി കി ജയ്, മോദിയുടെ ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു കൂവിയ ഈ പാവം സംഘിയുടെ അവസ്ഥ വല്ലാത്ത കഷ്ടം തന്നെയാണ്. ഇനിയെങ്കിലും സംഘികൾ പാഠം പഠിക്കുന്നത് നന്നായിരിക്കും. ഇന്ത്യയിലെ പോലെ, അതായത് ഈ രാജ്യത്ത് സംഘികൾ ഭരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഇവിടെ ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിച്ചു എന്ന് വരാം. പക്ഷേ മറ്റുള്ള രാജ്യങ്ങളിൽ നിങ്ങളുടെ ആശയത്തെ കാർക്കിച്ച് തുപ്പുന്നവരാണ് ഭരിക്കുന്നുള്ളത് എന്നുള്ളത് ഓർത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലത്. എന്തായാലും സംഘിയുടെ കാര്യം ഇങ്ങനെയായതിനെ കൊണ്ട് തന്നെ വലിയ വിഷമത്തിലാണ് സോഷ്യൽ മീഡിയയിലെ സംഘികൾ. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.